കേരളത്തിൽ കോട്ടയം ജില്ലയിലെ മാഞ്ഞൂർ പഞ്ചായത്തിൽ കുറുപ്പന്തറ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രം. ഗണപതി ഭഗവാന്റെ അപൂർവ സങ്കല്പമായ ബീജഗണപതിയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഒരു കാലത്ത് ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം പിന്നീട് ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ കാലത്താണ് ഇന്നത്തെ രൂപത്തിലാക്കിയത്. ഗണപതി സന്നിധിയിൽ വെച്ച് ഭാഗവതം വായിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കാരണം ശ്രീകൃഷ്ണ ഭഗവാനെ മടിയിലിരുത്തിയ ഗണപതിയായി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അറിയാൻ തുടങ്ങി. കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന ഗണപതി ഭഗവാന് ഉപദേവതകളായി ശിവൻ, വിഷ്ണു, ശാസ്താവ്, അന്തിമഹാകാളൻ, ദുർഗ, ഭദ്രകാളി, ബ്രഹ്മരക്ഷസ്, യക്ഷി എന്നിവർ കുടികൊള്ളുന്നു. വിനായക ചതുർത്ഥിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. ഇതിനോടനുബന്ധിച്ച് 2012 മുതൽ 6 ദിവസത്തെ കൊടിയേറ്റുത്സവവും നടത്തിവരുന്നുണ്ട്. കൂടാതെ അഷ്ടമി രോഹിണി, വിഷു, ഗുരുവായൂർ ഏകാദശി, നവരാത്രി, ഭാഗവതഹംസ ജയന്തി തുടങ്ങിയവയും പ്രധാനമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മള്ളിയൂർ മനയിലെ കാരണവരായിരുന്ന മഹാസിദ്ധനായ ഒരു ബ്രാഹ്മണന് തൻ്റെ ദേശസഞ്ചാരത്തിനിടയിൽ അതിമനോഹരമായ ഒരു ഗണപതി വിഗ്രഹം ലഭിക്കുകയുണ്ടായി. 4 കൈകളോടുകൂടി വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി നിൽക്കുന്ന ബീജഗണപതിയുടെ രൂപത്തിലായിരുന്നു വിഗ്രഹം. പുറകിലെ വലത് കൈയിൽ മഴുവും, ഇടത് കൈയിൽ കയറും, മുന്നിലെ ഇടത് കൈയിൽ നാരങ്ങയും, വലത് കൈയിൽ ലഡ്ഡുവും പിടിച്ചിരിക്കുന്ന രൂപത്തിലുള്ള ആ വിഗ്രഹത്തെ അദ്ദേഹം മള്ളിയൂർ മനയിലെ തേവാരപ്പുരയിൽ കുടിയിരുത്തി. കാരണവരുടെ പൂജയിൽ സംതൃപ്തനായ ഗണപതി ഭഗവാൻ തനിക്ക് പ്രത്യേകമായ ഒരു ക്ഷേത്രം വേണമെന്ന് ആവശ്യപ്പെടുകയും അതനുസരിച്ച് കാരണവർ ക്ഷേത്രം നിർമ്മിച്ച് അവിടെ കുടിയിരുത്തുകയും ചെയ്തു. ആ ക്ഷേത്രമാണ് കാലാന്തരത്തിൽ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം എന്നറിയപ്പെട്ടത്. മള്ളിയൂരിലെ മഹാഗണപതി ക്ഷിപ്രപ്രസാദിയാണ്. അമ്പാടിക്കണ്ണനെ മടിയിലിരുത്തി താലോലിക്കുന്ന ഗണേശരൂപമാണ് ശ്രീലകത്തുള്ളത്. ഗണേശ വിഗ്രഹത്തിൽ വൈഷ്ണവ ചൈതന്യത്തിൻ്റെ അതുല്യവും ശക്തവുമായ സങ്കലനം ക്ഷേത്രത്തിലെ വളരെ ആദരണീയനായ പ്രധാന പൂജാരി ബ്രഹ്മശ്രീ ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ സമർപ്പിത തപസ്സിൻ്റെ പരമമായ നേട്ടമാണ്. ഗണപതിയുടെ മുന്നിൽ ധ്യാന ശ്ലോകത്തിന് പകരം ഭാഗവതമാണ് അദ്ദേഹം വായിച്ചത്. ഗണപതിക്കരികിൽ തന്നെ സാളഗ്രാമം വെച്ച് പൂജയും നടത്തി. താന്ത്രിക വിധിയേക്കാളും ശാസ്ത്രത്തെക്കാളും ഒക്കെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞൊഴുകിയത് ഭഗവത് സമർപ്പണമായിരുന്നു. നിരന്തരമായി വിഘ്നേശ്വരനെ ഭാഗവതം വായിച്ചു കേൾപ്പിച്ചും പുഷ്പാഞ്ജലികൾ കഴിച്ചും വൈഷ്ണവോപാസന നടത്തിയും അദ്ദേഹം ഭഗവത് സേവ മുടങ്ങാതെ നിർവഹിച്ചുകൊണ്ടിരുന്നു. 4 പതിറ്റാണ്ടിലേറെ അദ്ദേഹം ശ്രീകോവിലിന് മുന്നിൽ സാളഗ്രാമം വെച്ച് ഭാഗവതം വായിച്ചു. മള്ളിയൂരിൻ്റെ ആത്മസമർപ്പണത്തിൻ്റെ ഫലമായി വിഘ്നേശ്വരനിൽ വൈഷ്ണവ ചൈതന്യം കുടികൊള്ളുന്നുവെന്ന് ദേവപ്രശ്നത്തിൽ വെളിവായി. മറ്റു ഗണപതി ക്ഷേത്രങ്ങളിലെ പോലെ മള്ളിയൂരിലും പ്രധാന വഴിപാട് ഗണപതി ഹോമം തന്നെയാണ്. സർവ്വ ഐശ്വര്യത്തിനും ശ്രേയസ്സിനും മാനസിക സ്വസ്ഥതയ്ക്കും വേണ്ടിയാണ് ഭക്തജനങ്ങൾ മള്ളിയൂരിൽ മഹാഗണപതി ഹോമം നടത്തുന്നത്. അഭീഷ്ടസിദ്ധിക്കായി മള്ളിയൂരിൽ നടത്തുന്ന വിശേഷാൽ വഴിപാടാണ് മുക്കൂറ്റി പുഷ്പാഞ്ജലി. വേരോടെ പറിച്ചെടുത്ത 108 ചുവട് മുക്കൂറ്റി പ്രത്യേകം തയ്യാറാക്കുന്ന ത്രിമധുരത്തിൽ മുക്കി അർപ്പിക്കുന്നതാണ് വഴിപാട്. തീവ്ര സാധനയോടെ ചെയ്യുന്ന ചടങ്ങായതിനാൽ ഒരു ദിവസം 5 പുഷ്പാഞ്ജലികളെ സ്വീകരിക്കാറുള്ളൂ. മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിലുള്ള മറ്റൊരു പ്രധാന വഴിപാടാണ് ഉദയാസ്തമന പൂജ. സർവ്വവിധത്തിലുമുള്ള ഐശ്വര്യത്തിനായിട്ടാണ് ഉദയാസ്തമന പൂജ നടത്തുന്നത്. മള്ളിയൂരിലെ പ്രധാനപ്പെട്ട മറ്റൊരു വഴിപാടാണ് സഹസ്രകലശം. 1000 കുടം ജലം അഭിഷേകം നടത്തുന്ന ഭക്തിനിർഭരമായ ചടങ്ങാണ് സഹസ്രകലശം. പ്രതിബന്ധങ്ങൾക്ക് പരിഹാരമായും ദുരിതങ്ങളിൽ നിന്നുള്ള മോചനത്തിനായുമാണ് 1000 കുടം ജലാഭിഷേകം നടത്തുന്നത്. വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങാനും കുടുംബശ്രേയസ്സിനും വേണ്ടി മള്ളിയൂരിൽ നടത്തുന്ന വഴിപാടാണ് പഴമാല. 28 കദളിപ്പഴം കൊണ്ടുള്ള നക്ഷത്രമാലയാണ് വിഘ്നേശ്വരന് സമർപ്പിക്കുന്നത്. പലവിധ രോഗങ്ങളിൽപ്പെട്ട് ഉഴലുന്നവർ മള്ളിയൂർ ഭഗവാനായി സമർപ്പിക്കുന്ന വിശേഷാൽ നിവേദ്യത്തിനെയാണ് തടി വഴിപാട് എന്ന് പറയുന്നത്.
അരിപ്പൊടി, ശർക്കര, നാളികേരം ഇവ കലർത്തി ആവിയിൽ വേവിക്കുന്ന നിവേദ്യമാണ് ഇത്. പിതൃദോഷ പരിഹാരം സങ്കല്പിച്ചാണ് വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി നാളിൽ മള്ളിയൂരിൽ ചതുർത്ഥിയൂട്ട് നടത്തുന്നത്. പിതൃസദ്ഗതിക്ക് വിശേഷമാണ് ഈ വഴിപാട്. സന്താനലബ്ധിക്കും സൽസന്താന ലാഭത്തിനുമായിട്ട് ഭക്തർ മള്ളിയൂരിൽ നടത്തുന്ന വഴിപാടാണ് പാൽപ്പായസം. ചന്ദനാദി ലേപം കൊണ്ട് ഗണേശ വിഗ്രഹം അലങ്കരിച്ച് മള്ളിയൂരിൽ നടത്തുന്ന വഴിപാടാണ് മുഴുക്കാപ്പ്. സർവവിധമായ അനുഗ്രഹലബ്ധിക്കായുള്ള തുലാഭാരം വഴിപാട്, ദുഃഖശമനത്തിനും സങ്കടമോചനത്തിനുമായി നെയ്വിളക്ക് തെളിയിക്കൽ, പൂർണ്ണ പുഷ്പാഞ്ജലി, നിറമാല തുടങ്ങിയ വഴിപാടുകളും മള്ളിയൂർ ക്ഷേത്രത്തിൽ ധാരാളമായി നടന്നുവരുന്നു. മനസ്സ് നിറഞ്ഞു വിളിക്കുന്ന ഭക്തർക്ക് കാവലായി അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയ്ക്കാൻ മള്ളിയൂർ ഭഗവാൻ എപ്പോഴും കൂടെയുണ്ടാകുമെന്നത് ഭക്തർക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ്. എല്ലാവരെയും മള്ളിയൂർ മഹാഗണപതി ഭഗവാനും അദ്ദേഹത്തിൻ്റെ മടിയിലിരുന്ന് കളിക്കുന്ന നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണനും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു.